الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇശാ ജമാഅത്ത് കഴിഞ്ഞ് നമ്മൾ സുന്നികളായതുകൊണ്ട് ഒരു അദ്ദാദൊക്കെ ഉണ്ട് ദായിമായിട്ട്. അപ്പോ അദ്ദാദും കഴിഞ്ഞ് വരുമ്പോഴേക്ക് സമയം താമസിക്കുകയാണ്. ഞാനിപ്പം എത്തിയുള്ളൂ. നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ആമുഖമായി ചില കാര്യങ്ങൾ കൂടി ഇന്ന് ഇൻഷാ അല്ലാഹ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാരണം ചെറിയൊരു ആമുഖം ഇല്ലാതെ നേരെ സമസ്ത എന്ന് പറഞ്ഞിറങ്ങലല്ലല്ലോ ഭംഗി. കാരണം കേരളത്തെ സംബന്ധിച്ച് അള്ളാഹു ചെയ്തു എന്ന വലിയൊരു അനുഗ്രഹം മഹാനായ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേരളീയനായ മഹാചക്രവർത്തി ചേരമാൻ പെരുമാൾ താജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു തആല നേരെ മക്ക ശരീഫിൽ പോയി തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹവറത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കുകയും അവിടത്തോടൊപ്പം ജീവിതത്തിൽ ഏതാനും വർഷങ്ങൾ ചെലവഴിക്കുകയും ചെയ്തതിനു ശേഷം ഈ നാട്ടിൽ ഇസ്ലാമിക പ്രബോധനം, സത്യത്തിന്റെ വെളിച്ചം എത്തിക്കണമെന്ന ഉത്കടമായ ആഗ്രഹം കൊണ്ട് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഭാഗത്തേക്കും ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകളെ ദീനിന്റെ സന്ദേശവുമായി അയച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മഹാനായ ചക്രവർത്തി താജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ ജന്മനാടാവുന്ന മലൈബാറിൽ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം പ്രചരിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ പുണ്യ സഖാക്കളാവുന്ന സഹാബാ കിറാമുകളിൽ ഏതാനും പേരെ അയച്ചു തരണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ആഗ്രഹം മുഖവിലക്കെടുത്ത് മഹാനവറുകളുടെ കൂടെ ബഹുമാന്യരായ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവിനെയും ഒരു സംഘം മഹാന്മാരായ സ്വഹാബത്തിനെയും അയച്ചു കൊടുക്കുകയും സന്തോഷപൂർവ്വം അവർ പുറപ്പെട്ടു. പക്ഷേ വഴിമധ്യേ മഹാനായ ചക്രവർത്തി താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു രോഗം ബാധിച്ച് യാത്ര തുടരാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ ഷഹർ മുക്കല്ലായിൽ വിശ്രമിച്ചു. അവിടുത്തെ കാലാവസ്ഥ മഹാനവറുകൾക്ക് രോഗവും അതോടുകൂടി കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയും വന്നപ്പോൾ മഹാനവറുകൾ പ്രാർത്ഥിച്ചു എന്ന ചരിത്രത്തിൽ കാണാം. അല്ലാഹുവേ, ഒരു പക്ഷേ എന്നെ നീ എന്റെ നന്മനാടാവുന്ന കേരളത്തിലേക്ക് എത്തിച്ചു തരികയോ അതല്ലെങ്കിൽ ഞാൻ എത്തിയ ഈ പ്രദേശത്തെ കേരളത്തിന്റെ സാഹചര്യമാക്കി തരികയോ ചെയ്യണമേ എന്ന് ദുആ ചെയ്യുകയും ആ ദുആ അല്ലാഹു തആല കബൂലാക്കി ആ പ്രദേശം കേരളത്തിലെ ഒരു ഗ്രാമം പോലെ ഇന്നും അവിടെ പോകുന്ന ആളുകൾക്ക് കാണാനാകും. മഹാനായ താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖ്ബറയും പള്ളിയും ഉൾക്കൊള്ളുന്ന ആ പ്രദേശം ഒരു നാടൻ കേരള ഗ്രാമീണ സാഹചര്യം നിലനിൽക്കുന്നതായി. മഹാനവറുകൾ രോഗം മൂർച്ഛിച്ച് അവിടെ വഫാത്താവുകയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു. അന്ത്യാഭിലാഷം എന്ന നിലക്ക് തന്റെ കൂട്ടുകാരായ സഹാബാ കിറാമുകളോട് മലബാറിൽ പോകാനും അവിടെ ദീനി സന്ദേശം എത്തിക്കാനും ആവശ്യപ്പെടുകയും അന്ന് കേരളത്തിലുണ്ടായിരുന്ന രാജാക്കന്മാർക്കെല്ലാം മഹാനവറുകൾ സ്വന്തം കൈപ്പടയിൽ
തന്റെ കൂട്ടുകാരാവുന്ന സഹാബാക്കളെ കുറിച്ചുള്ള സന്ദേശവും അവർക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥനയും ഉൾക്കൊള്ളുന്ന മഹാനായ ചക്രവർത്തിയുടെ സ്വന്തം തൃക്കൈയാൽ എഴുതിയ കത്ത് അവരെ ഏൽപ്പിച്ചുകൊണ്ടാണ് മഹാനായ മാലിക് ദീനാറും കൂട്ടരും ഉൾപ്പെടെ യാത്ര പുറപ്പെട്ട വഴിമധ്യേ ശഹ്ർ മുഖല്ലയിൽ വെച്ച് ബഹുമാനപ്പെട്ടവര് വഫാത്താകുന്നത്. താജുദ്ദീൻ എന്നവരുടെ നിർദ്ദേശപ്രകാരം ആ എഴുത്തുമായി 2 പായ്ക്കപ്പലുകളിലായി അവർ പുറപ്പെട്ടു എന്നും വഴിമധ്യേ കാറ്റിൽ 2 കപ്പലുകളും 2 ഭാഗത്തേക്കായി നീങ്ങി അതിൽപ്പെട്ട ഒരു കപ്പൽ കേരളത്തിലെ തുറമുഖ നഗരമായിരുന്ന കൊടുങ്ങല്ലൂരിൽ വന്നണയുകയും മറ്റൊരു കപ്പൽ തമിഴ്നാട്ടിന്റെ ഭാഗമാവുന്ന കായൽപട്ടണത്തിൽ ചെന്നണയുകയും ചെയ്തു. ഈ 2 കപ്പലിലെ യാത്രക്കാരും അവരവരെത്തിപ്പെട്ട പ്രദേശത്തും പരിസരങ്ങളിലും ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ചെയ്തു. ആ ചരിത്രം സുപ്രസിദ്ധമാണ്. പുരാതന ചരിത്രങ്ങളിലും ആധുനിക ചരിത്ര ഗവേഷകന്മാരുടെ അന്വേഷണത്തിലും ഈ വസ്തുത തെളിഞ്ഞ് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ കാണാം. അതിലേക്ക് ഞാൻ കൂടുതൽ ആഴത്തിലിറങ്ങി ചെല്ലുന്നില്ല. പറഞ്ഞതിന് ചുരുക്കം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ തന്നെ ഇവിടെ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്നിരുന്നു എന്ന്. എന്നാൽ മാലിക് ദീനാറും തന്റെ കൂടെ വന്നവരും 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 3-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലുമായിക്കൊണ്ടാണ് എന്ന അഭിപ്രായവും ചരിത്രകാരന്മാരിൽ ഇല്ലാതില്ല. അതെന്തുമാവട്ടെ, ബഹുമാനപ്പെട്ട സ്വഹാബി പ്രമുഖനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു, മഹാനായ 3-ാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് കോഴിക്കോട് വന്നതും അവിടെ താമസിച്ചതും, അങ്ങനെ താൻ താമസിക്കുന്ന പ്രദേശത്തിന് ദാറു മുഗീറ, അങ്ങനെ മുഗദാർ എന്ന പേരിൽ അത് പ്രസിദ്ധമാവുകയും ചെയ്തു ചരിത്രത്തിൽ കാണാവുന്നതാണ്. മുഗീറ റളിയല്ലാഹു തആല അൻഹു സഹാബിയാണെന്ന കാര്യത്തിൽ ചരിത്രത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം തൊട്ട് തന്നെ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം പരിശുദ്ധമായ സ്വഹാബത്തിന്റെ കരങ്ങളാൽ തന്നെ കേരളത്തിന്റെ മണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചതും വലിയൊരു അനുഗ്രഹമാണ്. സഹാബത്തിൽ നിന്നിട്ട് നേരിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ സൗഭാഗ്യം ലഭിച്ച ഭാഗ്യവാന്മാരിൽപ്പെട്ട ആളുകളാണ് നാം. അവിടെ നിന്ന് ഇങ്ങോട്ട് കാലാകാലങ്ങളിലായി ബഹുമാനപ്പെട്ട മഹത്തുക്കളായ ഉലമാക്കൾ, സൂഫിവര്യന്മാർ, സാദാത്തുകൾ, ഇങ്ങനെ 3 വിഭാഗം പ്രബോധകന്മാർ പല ഘട്ടങ്ങളിലായി കേരളത്തിൽ വന്നതായി ധാരാളം ചരിത്രങ്ങളിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കാലം തൊട്ട് തുടങ്ങിയ ഇസ്ലാം ആവശ്യമാവുന്ന സാഹചര്യങ്ങളിലൊക്കെ നവോത്ഥാന നായകന്മാരായി മഹാപണ്ഡിതന്മാരും തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ പരമ്പരയിൽപ്പെട്ട അഹ്ലു ബൈത്തും ബഹുമാനപ്പെട്ട സൂഫിവര്യന്മാരും, അങ്ങനെ ഉലമാവും സാദാത്യങ്ങളും സൂഫിവര്യന്മാരും നിരന്തരം ദീനീ ദഅവത്തും നവോത്ഥാന പ്രക്രിയയും നടത്തിക്കൊണ്ടിരുന്നതിന്റെ മഹാഭാഗ്യമാണ് മുസ്ലിം ലോകത്ത് ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഇസ്ലാമിനെ ബാധിച്ച വലിയൊരു പിളർപ്പായിരുന്നുവല്ലോ ഷിയ സുന്നി പിളർപ്പ്. അത് സഹാബത്തിന്റെ കാലത്തിന്റെ അന്ത്യഘട്ടത്തോടുകൂടി തന്നെ തുടക്കം കുറിച്ചെങ്കിലും സഹാബത്തിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ശക്തിയായി മുസ്ലിം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും 2 ഗ്രൂപ്പായി. അതിൻ മുഖേന മുസ്ലിം ലോകം അനുഭവിച്ച ദുഃഖങ്ങൾക്കും കഷ്ടനഷ്ടങ്ങൾക്കും ഒരു കണക്കില്ല എന്ന് കാണാനാവും. വിശാലമായി ചരിത്രം പരാമർശിക്കുമ്പോഴേ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ കടന്നു ചെയ്യാനാവും. ചുരുക്കി പറഞ്ഞാൽ,
മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുതരമായ ആഘാതം. താർത്താരികളുടെ ആക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അവർക്ക് മുസ്ലിം രാജ്യത്തിന്റെയൊക്കെ കവാടം തുറന്നുകൊടുത്തത്, ഇസ്ലാമിന്റെ അരമന രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്തത് സുന്നിയായ ഖലീഫയുടെ ഷിയക്കാരനായ മന്ത്രിയുടെ ഒറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ പിളർപ്പ്, അഥവാ സുന്നി ഷിയ എന്നീ പിളർപ്പിന്റെ ആഘാതം മനസ്സിലാക്കാൻ. ചരിത്രം അറിയുന്നവർക്ക് ആ ഒറ്റ സംഭവം മനസ്സിലാക്കിയാൽ മതി. എന്നാൽ മുസ്ലിം ലോകത്ത് ഇന്നും തലവേദന സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ നെടുകെ പിളർന്ന് രണ്ട് പിളർപ്പായി സുന്നത്ത് ജമാഅത്തിനെതിരിൽ നീങ്ങുന്ന ഷിയ പ്രസ്ഥാനം റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് സഹാബ കിറാമിന്റെ കാലം തൊട്ട് ഇസ്ലാം പ്രവേശിച്ച് അതിന്റെ പ്രതാപത്തോടുകൂടി ഇസ്സത്തോടുകൂടി ഇസ്ലാമിന്റെ എല്ലാവിധ ഔന്നത്യത്തോടും കൂടി തലയുയർത്തി ഈ കാലം അത്രയും ജീവിച്ചിട്ട് കേരളത്തിൽ ഒരിക്കൽ പോലും ഷിയ പ്രസ്ഥാനം ഒരു ഭീഷണിയായിട്ടേ ഇല്ല എന്നത് തന്നെ ഇസ്ലാമിന്റെ അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ സന്ദേശം മുറുകെ പിടിക്കാനും അതിന് നെടുനായകത്വം വഹിക്കാനും ബഹുമാനപ്പെട്ട ഉലമാഇന്റെയും സാദാത്തുക്കളുടെയും സൂഫിവര്യന്മാരുടെയും ഒരേ സമയത്ത് ഒത്തൊരുമയോടുകൂടി പരസ്പരം സഹകരിച്ച് തോളോട് തോള് ചേർന്ന് മുന്നേറിയ മുന്നേറ്റത്തിന്റെ വിജയമാണത് എന്ന് കാണാനാകും. അവസാനത്തെ ഒരു ശ്രമം എന്ന നിലക്ക് കൊണ്ടോട്ടി തങ്ങന്മാര് എന്ന പേര് ഔലായിച്ച് കോട്ടി പരിസ്പ്രസങ്ങളിലും ുകാരുടെ ചാരന്മാരായി വിവരമില്ലാത്ത നിരപരാധികളായ ഒരുപാട് സാധാരണക്കാരായ മുസ്ലിമീങ്ങളെ ഇവർ ഔലിയാക്കളും ഷെയ്ഖന്മാരുമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഷിയാക്കൾക്കൊരു കടന്നുകയറ്റത്തിനുള്ള ശ്രമം നടത്തിയപ്പോൾ പൊന്നാനിയിലെ മഹാന്മാരായ മഖ്ദൂമുകളുടെ ശക്തമായ പടയോട്ടത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആ മുന്നേറ്റത്തിനും സാധിച്ചില്ല. ഒരിക്കലും സുന്നത്ത് ജമാഅത്തിനെതിരിൽ ഏതൊക്കെ ക്ഷുദ്രശക്തികൾ തലപൊക്കുന്നുണ്ടോ അപ്പോഴൊക്കെ കാലോചിതമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മഹത്തുക്കളായ ഉലമാക്കളും സാദാത്തുക്കളും കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ മുന്നോട്ടുള്ള ഗമനം സുഗമമാക്കാനും ശത്രുക്കളുടെ മുന്നേറ്റം പ്രതിരോധിക്കാനും എന്നും ജാഗരൂകരായിരുന്നു. ആ രംഗത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട മഹാപണ്ഡിതന്മാരുടെ ശൃംഖലയാണ് പൊന്നാനി മഖ്ദൂമുമാർ. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാന രംഗത്ത് വിവരം കെട്ട ചില ജാഹിലുകളാവുന്ന ജൂദായിസത്തിന്റെ ഒറ്റുകാർ, അവരെ ചില ബുദ്ധിജീവികൾ എന്ന് പറയുന്ന പാവങ്ങള് ഇസ്ലാമിന്റെ നവോത്ഥാന നായകന്മാരായി ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ തികച്ചും അബദ്ധജടിലമായ തെറ്റിദ്ധാരണാജനകമായ ഒരു വിലയിരുത്തലാണത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കടന്നു വന്ന ഇസ്ലാം 922 അല്ലല്ലോ ഒന്നാമത്തെ നവോത്ഥാനം പ്രവർത്തനം നടക്കുന്നത്. നൂറ്റാണ്ടുകളായി ജീവിച്ചു പോരുന്ന മുസ്ലിം സമൂഹം ആവശ്യമായ ഘട്ടത്തിലൊക്കെ അതിന്റെ നവോത്ഥാനവും അതുപോലെ തന്നെ പ്രചരണ സജീവമാക്കുന്ന പ്രക്രിയകളും എന്നും നടന്നിട്ടുണ്ട്. വിവിധ കാലഘട്ടങ്ങളിലായി ഹവത്ത് കേന്ദ്രീകരിച്ചുള്ള യമന്റെ ഭാഗത്ത് നിന്നുള്ള ഉലമാക്കളും അഹ്ലുബൈത്തിൽപ്പെട്ട സാദാത്തുക്കളും നിരന്തരം ഈ ഇസ്ലാമിക നവോത്ഥാന രംഗത്ത് ആവശ്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് കേരളത്തിന്റെ പല ഭാഗത്തും അവർ ജീവിച്ച് കേരളത്തിന്റെ ആളുകളായി മാറി അവിടെ തന്നെ വളർന്നു ജീവിച്ച് മരണപ്പെട്ട് അന്ത്യവിശ്രമം കൊള്ളുന്നു. അതുപോലെ
ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത മറ്റൊരു വിഭാഗമാണ് ബഹുമാനപ്പെട്ട ബുഖാറയിലെ സാദാത്തുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബുഖാറയിൽ നിന്നും വന്ന ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട മൗലാത്തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരായ സാദാത്യങ്ങൾ. സാദാത്യങ്ങൾ ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നും വന്നവരിൽ ധാരാളമായി കാണാം. ഹദ്റമൗത്ത് അഥവാ യമൻ കേന്ദ്രീകരിച്ചുകൊണ്ടും ബുഖാറ കേന്ദ്രീകരിച്ചുകൊണ്ടുമുള്ള മഹത്തുക്കളായ സാദാത്തുക്കൾ. ബഹുമാനപ്പെട്ട മൗലാത്തങ്ങൾ കൊച്ചി കേന്ദ്രമാക്കി ചെമ്പിട്ടപള്ളി മഹാനവറുകളുടെ തൃക്കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് ചരിത്രം പറയുന്നത് കാണാം. കൊച്ചിയാവുന്ന കേരളത്തിന്റെ മധ്യഭാഗത്തെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദീനി സന്ദേശവുമായി തന്റെ ജീവിതം മുഴുക്കെ വിനിയോഗിക്കുകയും അവസാനം വളവട്ടണത്ത് ബഹുമാനപ്പെട്ട ഒരു അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു മൗലാത്തങ്ങൾ. അങ്ങനെ ബുഖാരയിലെ സാദാത്യങ്ങൾ എന്നും അക്കാലം തൊട്ട് മൗലാത്തങ്ങളുടെ കാലം തൊട്ട് ഇന്നോളം ഇന്നും കേരളത്തിലെ തലയെടുപ്പുള്ള സാദാത്യങ്ങളുടെ വലിയൊരു ശൃംഖല തന്നെ ബുഖാറ സാദാത്യങ്ങൾ. അവർ ഇൽമു കൊണ്ടും അമല് കൊണ്ടും മാതൃകാ ജീവിതം കൊണ്ടും എന്നും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നവോത്ഥാന നായകന്മാരായിരുന്നു. എന്നാൽ കേരളത്തിന്റെ ഇൽമിയായ രംഗത്തെ ഏറ്റവും വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച പൊന്നാനി ഉലമാക്കൾ, അതൊന്നും വിശദമായി ഇപ്പൊ പറയുന്ന സമയമല്ല, എങ്കിലും വറക്കത്തിന് വേണ്ടി വിരൽ ചൂണ്ടാതെ പോകാൻ നിവൃത്തിയില്ലല്ലോ. അവരെയൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു നവോത്ഥാനം ഒരു സുന്നിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ആവശ്യമാവുന്ന കേരളത്തിന്റെ സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന് ആവശ്യമാവുന്ന അഖീദയും ഫിഖ്ഹും തസവ്വുഫും ചരിത്രവും ഹദീസും ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ എല്ലാ വിജ്ഞാന ശാഖകളിലും കേരളത്തിന്റെ സാഹചര്യത്തിന് അനുസൃതമായ നിലക്ക് ചെറുതും വലുതുമായ കിതാബുകൾ രചിച്ച് അത് ദർസ് നടത്തി ക്ലാസ് നടത്തി പാല് പറഞ്ഞ് ജനങ്ങളെ സമുദ്ധരിക്കുകയും അവരെ പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ ചിട്ടയിലും അതിന്റെ സരണിയിലും ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടി ജീവിപ്പിക്കുകയും അവരുടെ കാലത്ത് ഇസ്ലാമിനെതിരിൽ വന്ന എല്ലാ വെല്ലുവിളികളെയും അവസരോചിതമായി നേരിടുകയും ചെയ്തു. വെറും പള്ളിയിൽ ഒതുങ്ങിയിരുന്ന് ദർസ് നടത്തലും വാഴ് പറയലും മാത്രം ആവാതെ ഒരു വേള വൈദേശിക ശക്തികൾ കേരളത്തെ കയ്യിലെടുക്കാനും അതിലൂടെ കേരളത്തിന്റെ വിഭവങ്ങളെ കൊള്ള ചെയ്ത് കേരളീയരെ വഞ്ചിക്കാനും ശ്രമിച്ചുകൊണ്ട് വൈദേശിക ശക്തികൾ കടന്നു വന്നപ്പോൾ നാട് ഭരിച്ചിരുന്ന നല്ലവരായ നാട്ടുരാജാക്കന്മാരെ പിന്തുണക്കേണ്ടതിന്റെ ആവശ്യകതയും മലബാറിലെ മുസ്ലിംകളെ സർവാത്മന സഹായിക്കുന്ന സ്നേഹിക്കുന്ന അമുസ്ലിങ്ങളായ കേരളം ഭരിക്കുന്ന നാട്ടുരാജാക്കന്മാർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി പുറമേയുള്ള കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള കഴിവുള്ള അമീറന്മാരോടും സുൽത്താൻമാരോടും അഭ്യർത്ഥിച്ചുകൊണ്ടും കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങളോട് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വൈദേശിക ശക്തികളെ നാടുകടത്തേണ്ടതിനു വേണ്ടി ധർമ്മസമരം ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ആവശ്യമായ രാഷ്ട്രീയ ഇടപെടലുകളും ജിഹാദിന്റെ ആവശ്യകതയും വൈദേശിക ശക്തികളെ അടിച്ചമർത്തേണ്ടതും രാജ്യരക്ഷ ഉറപ്പുവരുത്തേണ്ടതും ഒരു സമുദായം ഒരു സമൂഹം എന്ന നിലക്ക് മുസ്ലിംകളുടെ ഒഴിച്ചുകൂടാനാവാത്ത ബാധ്യതയാണ് എന്ന് ഉണർത്തിക്കൊണ്ടും അതോടുകൂടി ശക്തരായ വൈദേശിക ശക്തികളെ പാവപ്പെട്ട മലബാറിലെയും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള നാട്ടുരാജാക്കന്മാർക്ക് ഒറ്റയ്ക്ക് നിന്ന് പ്രതിരോധിക്കാൻ കഴിയാതെ വരുമെന്ന് കണ്ടപ്പോൾ കഴിവുള്ള മുസ്ലിം രാജാക്കന്മാരോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും തുഹ്ഫത്തുൽ മുജാഹിദീൻ തുടങ്ങിയ ചരിത്ര സമര ആഹ്വാനം അഥവാ രാജ്യരക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ അഭിമാനം കാഹളം മുഴക്കാനും മഹാന്മാരായ മഖ്ദൂമുമാർ മുന്നിലുണ്ടായിരുന്നു. നവോത്ഥാനം എന്ന് പറയുമ്പോൾ ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില നല്ല കാര്യങ്ങളൊക്കെ ശിർക്കാണ്, കുഫറാണ്, അരുതാത്തതാണെന്ന് പറഞ്ഞ് കുറെ അരുതായ്മകൾ പ്രസംഗിക്കലല്ല.
മറിച്ച് ആത്മീയമായ പുരോഗതിക്കും ഭൗതികമായ സുരക്ഷയ്ക്കും വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ആവശ്യമായ സമയത്ത് ആവശ്യമായ രീതിയിൽ നിയമത്തിന്റെ നാനതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനമാവുന്നത്. അങ്ങനെ ആവശ്യമായ എല്ലാ രംഗത്തും ഉണർന്നു പ്രവർത്തിക്കുകയും സമുദായത്തെ വിളിച്ചുണർത്തുകയും ചെയ്ത മഹാശക്തികളായിരുന്നു ബഹുമാനപ്പെട്ട മഖ്ദൂമുമാർ. അത് വൈദേശിക ശക്തികൾക്കും അതുപോലെ തന്നെ ഇസ്ലാമിൽ തന്നെയുള്ള വഴിവിഴച്ച ആശയങ്ങൾക്കും ഒരേ സമയത്ത് ഊരിപ്പിടിച്ച വാളായിരുന്നു മഖ്ദൂമുമാർ. അതുകൊണ്ടാണ് പെർഷ്യയിൽ നിന്നിട്ട് കടന്നു വന്ന ഷിയ പ്രസ്ഥാനം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച കൊണ്ടോട്ടി തങ്ങന്മാർക്കെതിരിൽ ഇതേ വൈദേശിക ശക്തികൾക്കെതിരിൽ ഊരിപ്പിടിച്ച അതേ സമരവാള് ബഹുമാനപ്പെട്ട മഖ്ദൂമുമാർ ഊരിപ്പിടിക്കാൻ കാരണം. എന്നാൽ മഖ്ദൂമുമാരെ കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ഈ നവോത്ഥാന നായകന്മാരുടെ ശൃംഖല കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ച്. അതിൽ ഒട്ടും പിന്നിലല്ലാത്ത മറ്റൊരു ശക്തിയാണ് കോഴിക്കോട് ഖാദിമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ മുഹീദ്ദീൻ മാലിയൊക്കെ ഉണ്ടാക്കിയ ഖാദി മുഹമ്മദ് തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പാരമ്പര്യത്തിൽപ്പെട്ട അവരുടെ പരമ്പരയും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യകാലത്ത് ദീനീ ദഅവത്തിന് വേണ്ടി യമനിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറുകയും കേരളക്കാരായി കേരളത്തിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ഇസ്ലാമിക സംസ്കാരം അതിന്റെ തനതായ രൂപത്തിൽ ഇൽമിലൂടെ കിതാബിലൂടെ പ്രചരിപ്പിക്കുകയും മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കിതാബിലൂടെയും ദർസിലൂടെയും വാഴിലൂടെയും ജനങ്ങളെ നവോത്ഥാന ശൈഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ആത്മീയ സരണിയായ ഖാദിരിയ ത്വരീഖത്തിന്റെ നേതാക്കന്മാരുമായിരുന്നു കോഴിക്കോട് ഖാദിമാർ. ഒരേ സമയത്ത് ഷാഫി മദ്ഹബിലും അശ്അരി അഖീദയിലും അടിയുറച്ചു നിന്നുകൊണ്ട് ദീൻ ബഹുമാനപ്പെട്ട ഖാദിരിയ ത്വരീഖ ആചരിക്കുന്നുണ്ട്. വിശ്വാസത്തിലും കർമ്മത്തിലും ആത്മസംസ്കരണത്തിലും മലബാറിലെ മുസ്ലിങ്ങൾക്ക് മാതൃകാ പുരുഷന്മാരായി ഈ ദീനീ രംഗത്ത് വിളങ്ങിയപ്പോൾ തന്നെ കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരുടെ അധികാര രാഷ്ട്രീയത്തിൽ മുസ്ലിം സമുദായത്തിന് ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും നേടിയെടുക്കുന്നതിനും ചക്രവർത്തിമാരുടെ കൈകൾക്ക് അവരുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങൾ ഒന്നിച്ചു നടത്തിയപ്പോൾ തന്നെ വൈദേശിക ശക്തികൾക്കെതിരിൽ ശക്തമായി ആഞ്ഞടിക്കുകയും അങ്ങനെ തങ്ങളുടെ എല്ലാവിധ പിന്തുണയോടുകൂടി ഖാദിരിയ ത്വരീഖത്തിന്റെ മുരീദുമാർ കൂടിയായ മരക്കാർമാരുടെ നേതൃത്വത്തിൽ മഹാനായ സാമൂതിരി ചക്രവർത്തിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് മലബാർ തീരങ്ങൾ വൈദേശിക ശക്തികളുടെ കറുത്ത കരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ജീവാർപ്പണം നടത്താനും മുസ്ലിം ലോകത്ത് വിളിച്ചുണർത്താനും അൽ ഫത്ഹുൽ മുബീൻ എന്ന പേരിൽ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതിയ കവിത ലോകപ്രസിദ്ധമാണ്. അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരേ സമയത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും കർമ്മശാസ്ത്രവും സംരക്ഷിക്കലോട് കൂടി തന്നെ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും അവർക്ക് വേണ്ട സഹായവും പിന്തുണയും നൽകുകയും വൈദേശിക ശക്തികളിൽ നിന്നും സ്വരാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ മറന്ന് സ്വന്തം സമുദായത്തെ സജ്ജരാക്കി നാട്ടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയും ഒരേ സമയത്ത് കോഴിക്കോട് ഖാദിമാര് ചരിത്രം പരിശോധിച്ചാലും മരക്കാർമാരുടെ ചരിത്രം പരിശോധിച്ചാലും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മഖ്ദൂമുകളുടെ ചരിത്രം പരിശോധിച്ചാലും കാണാൻ സാധിക്കും. അതാണ് യഥാർത്ഥ നവോത്ഥാനം. അതല്ലാതെ കുറെ മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അല്ല യഥാർത്ഥത്തിൽ നവോത്ഥാനം. സമുദായത്തെ സ്വന്തം കാലിൽ നിർത്താനും ഇസ്സത്തും അഭിമാനവുമുള്ള സമൂഹമാക്കാനും അതോടുകൂടി വിശ്വാസവും കർമ്മവും ഒരേ സമയത്ത് നന്നാക്കി തീർക്കാനും
നാട്ടിലും നാട്ടുകാർക്കും ഉപകാരപ്രദമാകാനും പറ്റുന്ന ഒരു സജീവ സമുദായമായി സമുദായം നിലനിൽക്കുമ്പോഴാണ് നവോത്ഥാനം എന്ന് അവകാശപ്പെടാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് കാണാം നമുക്കൊക്കെ സുപരിചിതമായ ബഹുമാനപ്പെട്ട മമ്പറന്തങ്ങൾമാരുടെ തങ്ങൾ, അതുപോലെ തന്നെ പാണക്കാട് തങ്ങൾ തുടങ്ങിയ മഹാന്മാരായ സാദാത്തുക്കളും ഉലമാക്കളും, അതുപോലെ തന്നെ കോഴിക്കോട് ജിഫ്രി ഹൗസിലെ ജിഫ്രി സാദാത്തുക്കൾ, ഇങ്ങനെ സാദാത്തുക്കളുടെയും വലിയ 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 ഉലമാക്കളുടെയും ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അമ്പുറത്തെ തങ്ങൾ, ബഹുമാനപ്പെട്ട ഫസൽ തങ്ങൾ തുടങ്ങി സാദാത്യങ്ങളുടെയും ഉലമാക്കന്മാരുടെയും നിരന്തരമായ ഓരോ കാലഘട്ടത്തിലും ഓരോ സാഹചര്യത്തിലും മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനത്തിന് ആവശ്യമായ എന്തൊക്കെ പ്രവർത്തനങ്ങൾ വേണമോ അതൊക്കെ കാലാകാലങ്ങളിലായി സജീവമായി പ്രവർത്തിച്ച് മുസ്ലിം സമുദായ പരിശ്രമമായ അഹ്ലുസുന്നത്ത് ജമാഅത്തിലും 4 മദ്ഹബുകളിൽപ്പെട്ട അഹ്ലുസുന്നത്തിന്റെ മദ്ഹബിന്റെ അടിസ്ഥാനത്തിലുള്ള ഫിഖ്ഹിലും അടിയുറപ്പിച്ച് നിർത്തുകയും ആത്മീയ രംഗത്ത് സർവസ്വീകാര്യരായ മഹത്തുക്കളായ സൂഫി വര്യന്മാരുടെ ആത്മീയ സരണിയിലും വഴി നടത്തലോട് കൂടി തന്നെ നാട്ടിന്റെയും നാട്ടുകാരുടെയും അഭിവൃദ്ധിക്കും പുരോഗതിക്കും സ്വരാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാനും വൈദേശിക ശക്തികളെ ആട്ടിയോടിക്കാനും ഒരേ സമയത്ത് മുസ്ലിം സമുദായത്തെ സജ്ജരാക്കി നിർത്തുക എന്നതാണ് നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനം. ആ രീതി എന്നും കേരള മുസ്ലിങ്ങളുടെ നേതാക്കന്മാരായ ഈ 3 വിഭാഗം ഉലമാ, സാദാത്തുക്കൾ, സൂഫിവര്യന്മാർ ഇതിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ചരിത്രത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതുപോലെ ദുഃഖകരമായ സംഭവം സഖ്യസേനയുടെ വിജയവും തുർക്കി ദൗർഭാഗ്യവശാൽ ജർമ്മനിയുടെ ഭാഗത്ത് നിന്നതുകൊണ്ട് അല്ലാഹുവിന്റെ ഖളാ എന്ന് പറയുക, ജൂതന്മാരും ക്രിസ്ത്യാനികളും ഗൂഢാലോചന നടത്തി മുസ്ലിം ഖിലാഫത്തിനെ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി നിർമാർജനം ചെയ്യാൻ വേണ്ടി അത്താതുർക്കി എന്ന പേരിൽ വിളിക്കപ്പെടുന്ന മുസ്തഫ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് ഇല്ലായ്മ ചെയ്തപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം മുസ്ലിം ലോകത്ത്, മുസ്ലിം ഖിലാഫത്തിനെ നിർമാർജനം ചെയ്തതിലുള്ള ശക്തമായ പ്രതിഷേധം മുസ്ലിം ലോകത്ത് മുഴുവൻ മലയടിച്ച കൂട്ടത്തിൽ മലബാറിലും ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്നു. ബ്രിട്ടീഷുകാരാണ് യഥാർത്ഥത്തിൽ കുതന്ത്രത്തിലൂടെ മുസ്ലിം ഖിലാഫത്ത് നശിപ്പിച്ചത് എന്നതിന്റെ പേരിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് എല്ലാ അർത്ഥത്തിലും നേരത്തെ തന്നെ ഇന്ത്യയിൽ കടന്നു വന്ന വൈദേശിക ശക്തികൾ ആ വൈദേശികാധിപത്യത്തിന്റെ കീഴിൽ, ആ നുഖത്തിന്റെ കീഴിൽ അഭിമാനികളായ ഇന്ത്യക്കാർക്ക് ജീവിക്കാൻ പാടില്ല എന്നും വിശിഷ്യ മുസ്ലിങ്ങൾ ഒരിക്കലും വൈദേശിക ശക്തിക്ക് അടിമപ്പെട്ടുകൂടാ എന്നുമുള്ള ആത്മാഭിമാനത്തിന്റെ പേരിൽ മഹാന്മാരായ മമ്പുറം തങ്ങന്മാരും ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി ഉൾപ്പെടെയുള്ള ഉലമാക്കളും സമരം ശക്തിപ്പെടുത്തി. അത് കാലാകാലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ആ സമരം ചുരുക്കി പറഞ്ഞാൽ 921 ഓഗസ്റ്റ് 1 മലബാർ കലാപം എന്ന പേരിൽ ഖിലാഫത്ത് സമരം എന്നും മലബാർ കലാപം എന്നും ഒക്കെ വിളിക്കുന്ന സംഭവം 921 ഓഗസ്റ്റ് 1 തുടങ്ങിയത്. ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും മഹാനായ ആലി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഈ മലബാർ ലഹള അത് യഥാർത്ഥത്തിൽ ലഹളയല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ബ്രിട്ടീഷുകാരോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയും ബ്രിട്ടീഷുകാരെ ആട്ടിയോടിക്കാൻ വേണ്ടിയും നടത്തിയ ആ സമരത്തിൽ ജനങ്ങളെ സജ്ജരാക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പള്ളി മെമ്പറുകളിൽ വെച്ച് ആഹ്വാനം ചെയ്യുകയും പ്രസംഗിക്കുകയും ചെയ്തപ്പോ ഇത് നേതൃത്വം പിടിച്ചു പറ്റാൻ പറ്റുന്ന സമുദായത്തിന്റെ നേതൃസ്ഥാനത്ത് കയറിപ്പറ്റാൻ പറ്റുന്ന നല്ലൊരു സന്ദർഭമാണെന്ന് മനസ്സിലാക്കി തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു മുസ്ലിയാരുണ്ടായിരുന്നു.
ഉസ്താദിന്റെ ഫത്വകളും മറ്റ് കത്തുകളുമൊക്കെ എഴുതി കൊടുക്കുന്ന ആള് എന്ന നിലക്ക് ചരിത്രത്ത് കുഞ്ഞഹമ്മദാജി തങ്ങൾ നവറല്ലാഹു മർഖദഹു അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ഈ മുസ്ലിയാര് അദ്ദേഹത്തിന്റെ കയ്യാൽ ആയിരുന്നു ബഹുമാനപ്പെട്ട ചാരിയകത്ത് ഫത്വയും മറ്റും എഴുതിയിരുന്നത്. ഖാത്തിബ് മുഹമ്മദ് മുസ്ലിയാരി എന്ന പേരിൽ അങ്ങനെയാണ് ഇയാൾ വന്നത്. യഥാർത്ഥത്തിൽ ചാരിയകത്തുകാരനാണ് അയാൾ. പിന്നീട് ഉസ്താദിന്റെ മകളെ കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വേറെ വിഷയം, ചരിത്രത്തിലേക്ക് പോവല്ല. ഏതായാലും തലപ്പാവും നീളക്കുപ്പായവും വാരിവെച്ച തലപ്പാവും ഒക്കെ ഉള്ള ഒരു പഴയ മുസ്ലിയാർ വേഷത്തിൽ വയറ് പറയാൻ നടന്ന്, പക്ഷേ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ശക്തമായ ഇരച്ചുകയറ്റത്തിൽ ബഹുമാനപ്പെട്ട മുസ്ലിങ്ങളുടെ ഒരുപാട് പടയാളികൾ കൊല്ലപ്പെടുകയും ആ സമരം നല്ലൊരു ആഘാതം ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഏൽപ്പിക്കാൻ സാധിച്ചെങ്കിലും സമരം ഭൗതികമായി പരാജയപ്പെടുകയും ചെയ്തു. സമരം പരാജയപ്പെടും എന്ന് കണ്ടു ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ അവർകളെ, അതുപോലെ തന്നെ വാര്യംകുന്നനെ പോലത്തവരെ കൊലപ്പെടുത്തുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് നേതാക്കന്മാർ അപ്രത്യക്ഷമായി. 20,000-ഓളം മുസ്ലിം പടയാളികൾ ഈ മലബാർ കലാപത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത് മുസ്ലിം സമുദായത്തിന് തീരാ കണ്ണീരിന് കാരണമായ ആ സംഭവത്തിൽ പ്രഭാഷകനായി പ്രചാരകനായി നടന്നിരുന്ന ഈ ചാരിലകത്ത് ഇയാൾ മുസ്ലിയാര് മുഹമ്മദ് കുട്ടി മുസ്ലിയാര് പിടിക്കപ്പെടും, അതിനെ പ്രസംഗിച്ച് നടന്നിരുന്ന അതിന്റെ പ്രചാരകന്മാരിൽപ്പെട്ട ഒരാളാണ് എന്ന് ഗവൺമെന്റിന് ന്യൂസ് കിട്ടിയപ്പോ, അറസ്റ്റ് ചെയ്യും എന്നുള്ള വിവരം കിട്ടിയപ്പം മഹാധീരനായ അലി ഇബ്നു അബീ ത്വാലിബിനോട് ഉപമിക്കപ്പെട്ട് പാട്ടുപാടിച്ച് നമ്മളെ പാവപ്പെട്ട നിരപരാധികളായ പിഞ്ചുമക്കളെ സ്കൂൾ അറബിയിലൂടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടും വേണ്ട നബിയാണോ എന്നൊരു വേള അഭിപ്രായം പോലുമുള്ള ലുഖ്മാനുൽ ഹക്കീമിനോട് സമാനനാണെന്ന് വിഡ്ഢികളായ വഹാബികൾ പാവപ്പെട്ട നിരപരാധികളായ മുസ്ലിം കുട്ടികളെ കൊണ്ട് പാടിപ്പഠിപ്പിച്ച വിവരം കെട്ട ജാഹിലായ കാക്ക ചെയ്തത് ധീരമായി തന്റെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാരും മറ്റും രക്തസാക്ഷിത്വം വരിച്ചതുപോലെ നെഞ്ഞു വിരിച്ച് നിൽക്കുന്നതിന് പകരം ഏതോ പെണ്ണുങ്ങളുടെ ബുറുക്ക കടം വാങ്ങി, വെറുതെ തമാശ പറയല്ല, ബുറുക്ക കടം വാങ്ങി പെണ്ണുങ്ങളെ പോലെ ബുറുക്ക ധരിച്ച് മുഖം മൂടിയിട്ട് പരപ്പനങ്ങാടിയിൽ നിന്നും തോണിയിൽ കയറി രാമാനം നാടുവിട്ട് ഒളിച്ചോടിയ ഭീരുവായ ജനവഞ്ചകൻ എന്ന് പറയാ, ജനങ്ങളെ മുഴുവനും വയല് പറഞ്ഞ് രംഗത്തേക്ക് ഇറക്കിവിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന് കണ്ടപ്പോൾ ആരാനും പെണ്ണുങ്ങളുടെ ബുർക്ക വായ്പ വാങ്ങി ബുർക്കയിട്ട് രാമാനം പരപ്പനങ്ങാടി തോണി കയറിയിട്ട് ഭൂമി മലയാളത്തിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടിയ ആ ഭീരു അവിടെയുള്ള ഏതോ പണക്കാരുടെ ആലയിൽ പോയി അഭയം തേടി. ആർക്കെങ്കിലും ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതിലും ബഹുമാനമുള്ള വാക്ക് അദ്ദേഹത്തെ പറ്റി പറയാൻ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പരമാവധി ബഹുമാനം പാലിച്ചുകൊണ്ട് ആ വാക്കുകൾ ഉപയോഗിച്ചത്. അങ്ങനെ മണപ്പാട് തറവാട് എന്ന് പറയുന്ന ഇന്ന് ആ വീട്, ഇയാള് പോയി താമസിച്ച ആ വീടിന്റെ ദുരവസ്ഥ കാണണമെങ്കിൽ ഈയിടെ നമ്മൾ ആരോപ്പ ഇവിടെ കാണിച്ചു, നമ്മുടെ ക്ലാസ് റൂമിൽ കാണിച്ചു. ആ മണപ്പാട് ഇയാൾ പോയി താമസിച്ചിരുന്ന ആ ഒളിസങ്കേതമാവുന്ന ആ മഹാതറവാട് ഇന്ന് മനുഷ്യവാസമില്ലാതെ കാടുകേറി നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന പ്രൗഢഗംഭീരമായ ആ തറവാട്ടു വീടും അതിന്റെ ചുറ്റുമതിലിനുള്ളിലുള്ള ആ തറവാട്ടു വളപ്പും ഇന്ന് ഏതൊരു ചരിത്രാന്വേഷിയെയും വേദനിപ്പിക്കുന്ന രീതിയിൽ, അതായത് ആ പ്രസ്ഥാനമായതുപോലെ ഇയാൾക്ക് അഭയം തേടിയ ആ തറവാട്ടു വീടുമായി പോയോ എന്ന് ശങ്കിക്കേണ്ടതാണ്. അങ്ങനെ ഈ മുതലാളിമാരുടെ വീട്ടിൽ പോയി അന്ന് മലബാറിന്റെ ഭാഗമല്ലാതിരുന്ന കൊടുങ്ങല്ലൂരിൽ പോയി അഭയം തേടിയ ഈ മനുഷ്യൻ ഈ തറവാട്ടിൽ പലപ്പോഴും ബന്ധപ്പെട്ടിരുന്ന തിരുവിതാംകൂറിൽ നേരത്തെ തന്നെ ഒരു പരിഷ്കാരിയായി അറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അറബി മനുഷ്യനുണ്ട്.
ഇറ്റങ്ങളൊക്കെ പണ്ടും ഇപ്പോഴും ഒക്കെ മുൻഷികൾ തന്നെ. ഈ അറബി മുൻഷിയാവുന്ന ഈ വക്കം മൗലവി, അയാള് അറബി ലോകത്ത് എന്നും കറുത്ത പുള്ളികളായിരുന്ന ജൂതന്മാരുടെ കമ്മീഷൻ ഏജന്റുകളായ ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, മുഹമ്മദ് അബ്ദു തുടങ്ങിയ വികല ചിന്തയുടെ ഉടമകൾ, പ്രത്യേകിച്ച് റഷീദ് റിളയുടെ അൽമനാറ് വരുത്തി വായിച്ച് ഇവരുടെ വികല ചിന്തകൾ തലയിൽ കയറിയ വക്കം മൗലവി ഈ പുസ്തകങ്ങൾ വെറുതെ ജോലിയില്ലാതെ മണപ്പാട് തറവാട്ടിൽ നേരത്തിന് ഭക്ഷണം കഴിച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കുമ്പം വെറുതെ വായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മുഹമ്മദ് അബ്ദുവിന്റെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും റഷീദ് റിളയുടെയും തലതിരിഞ്ഞ മതങ്ങളുള്ള ചിന്താഗതികളുള്ള വഹാബി മതത്തിന്റെ ഒരു പ്രത്യേക വിഭാഗം, യഥാർത്ഥ വഹാബി മതം എന്നതിനെപ്പറ്റി പറഞ്ഞുകൂടാ. കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ അവർ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല. അവരുടെ സരണി മറ്റൊന്നാണ്. ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, അതുപോലെ തന്നെ റഷീദ് റിള, ഈ ത്രിമൂർത്തികൾ അവര് മുന്നോട്ട് വെക്കുന്ന വഹാബി മതം യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സാക്ഷാൽ വഹാബി മതമല്ല. എന്നാൽ അതുമായി ആത്മബന്ധം പുലർത്തുന്ന പൊക്കിൽ കൊടി ബന്ധമുള്ള ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു അത്. അതിൽ നിന്നിട്ട് ഈ വക്കം അബ്ദുൽ ഖാദിർ മൗലവി കൊണ്ടുകൊടുക്കുന്ന പുസ്തകങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് വായിച്ച് ഇത് നിന്നിട്ട് എന്തൊക്കെയോ പുതിയത്, ഈ കാലം വരെ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത, പരിചയമില്ലാത്ത, ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ കാലം തൊട്ട് മഹദൂമുകളുടെ കാലങ്ങളിലൂടെ പോന്ന് കോഴിക്കോട് കാളിമാരുടെ കാലങ്ങളിലൂടെ കടന്നു വന്ന് പാണക്കാട് തങ്ങന്മാരുടെയും അതുപോലെ തന്നെ ജിഫ്രി ഹൗസ് തങ്ങന്മാരുടെയും ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുടെയും ഒന്നും ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ മതം പരിചയപ്പെട്ട് അതിനിടയിൽ മണപ്പാട് തറവാട് വലിയൊരു തറവാടാ. ഈ തറവാട്ടിൽ ഞങ്ങളെ നാട്ടിൽ പഴയ മൊറയൂരുണ്ടായിരുന്നു, കോടിത്തൊടുക്കാര് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ തറവാട്ടുകാര്. അവര് രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് പരസ്പരം തല്ലുന്നത് പോലെ അന്ന് മണപ്പാട്ട് തറവാട് രണ്ട് ഗ്രൂപ്പായി പിരിഞ്ഞ് പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘമുണ്ടാക്കി ഈ മണപ്പാട് തറവാട്ടിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ മധ്യസ്ഥം വഹിച്ച് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആദ്യം ഉണ്ടാക്കിയ സംഘാണത്. അത് ഒരു പരിധിവരെ വിജയം കണ്ടു എന്ന് കണ്ടപ്പോൾ മലബാറിലെ അവസ്ഥകളൊക്കെ സാമാന്യം ശാന്തമായിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുക. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഇല്ലാത്ത ഇങ്ങോട്ട് പോരുമ്പോ പുതിയ എന്തെങ്കിലും വേണമല്ലോ. പക്ഷെ പഴയ കേസ് വെച്ച് ഇനിയും പിടിക്കപ്പെടണ്ട എന്ന നിലക്ക് അങ്ങോട്ട് പോകുമ്പോൾ തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന പേരിലായിരുന്നു പോയിരുന്നതെങ്കിൽ തിരിച്ചു വരുമ്പോൾ കാത്തിബ് മുഹമ്മദ് മൗലവി എന്ന പേരിൽ KM മൗലവിയായി പേര് മാറ്റി, കോലം മാറ്റി, പുതിയ ദീനും സ്വീകരിച്ച് വരുമ്പോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണല്ലോ. ഹിജ്റ കഴിഞ്ഞ് തിരിച്ചു വരികയല്ലേ. അന്ന് ആ സമുദായത്തിന് വേണ്ടിയിട്ട് അന്ന് ഈ എല്ലാ തിരിമറികളുടെയും ചുക്കാൻ പിടിച്ചിരുന്ന കുശാഗര ബുദ്ധിയായ KM സീതി വക്കീൽ, അയാളൊരു വിദഗ്ധനായ വക്കീലാണ്, അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഈ വഹാബിയത്ത് തലയിൽ കയറി സമുദായത്തിന് ഇത് എങ്ങനെയെങ്കിലും അടിച്ചേൽപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയും അതിനുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് നീളക്കുപ്പായവും താടിയും തലപ്പാവുമുള്ള തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരെ കയ്യിൽ കിട്ടിയതും അദ്ദേഹത്തെ മതം മാറ്റി കാത്തിബ് മുഹമ്മദ് മൗലവിയായി, KM മൗലവിയായി രൂപപ്പെട്ടപ്പോൾ ഇയാളിലൂടെ ഈ മതം കേരളത്തിൽ മൊത്തം പ്രചരിപ്പിക്കാൻ സാധിക്കുമെന്ന് അല്പം ചിന്തകനും നല്ല വിദഗ്ധനായ വക്കീലുമായ KM വക്കീൽ സാഹിബ് മനസ്സിലാക്കുകയും അങ്ങനെ ഇദ്ദേഹത്തെ ചട്ടം കെട്ടി മലബാറിലേക്ക് അയക്കുകയും ചെയ്യുന്നത്. പോരുമ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് യഥാർത്ഥത്തിൽ കേരള ഐക്യസംഘം. അഴീക്കോട് വെച്ചിട്ട് 1922
അഴീക്കോട് വെച്ച് കേരള ഐക്യ സംഘം എന്ന പേരിൽ സംഘടന തട്ടിപ്പടച്ചത്. മനസ്സിലായില്ലേ? ആദ്യം ഉണ്ടാക്കിയ എന്തിനാണ്? മണപ്പാട് തറവാട്ടിലുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കാൻ വേണ്ടി. നാട്ടിക്ക് തിരിച്ചു പോരുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ മേറാജിന് പോയപ്പോ ഇങ്ങോട്ട് പോരുമ്പോൾ അതിയായിട്ട് 5 വക്ത് നിസ്കാരം കിട്ടിയല്ലോ എന്നതുപോലെ ഇതിന് നേരെ വിപരീതം പേടിച്ച് ഭയപ്പെട്ട് പോലീസിനെ പേടിച്ച് ബുർക്കട്ടിട്ട് ജാക്കിരാമാനം ഒളിച്ചോടിയ കാക്ക പുതിയ പേരും പുതിയ രീതിയും സ്വീകരിച്ച് തിരിച്ചൊരുങ്ങിയതും പുതിയ ഒരു മതവുമായിട്ടാണ് അയാൾ പോരുന്നത്. അങ്ങനെ 1922 അഴീക്കോട് വെച്ച് രൂപം കൊണ്ട ഐക്യസംഘം അതുമായി വന്ന് വക്കീൽ സീതി വക്കീലിന്റെ വാചാരതയും മൗലവി സാഹിബിന്റെ ഈ ബാഹ്യമായ ആകാരവും ആർക്കും ബഹുമാനം തോന്നുന്ന നല്ല താടിയും തൊപ്പി വെച്ച് വാലുള്ള തലപ്പാവും നീളം കുപ്പായവും ധരിച്ച ഒരു ആദരണീയനായ ഉസ്താദിന്റെ രൂപത്തിൽ അഭിനയിച്ച് നടക്കുന്ന ഇയാളും വാചാരനായ സീതി വക്കീലും ഒരുമിച്ചപ്പോൾ നിരപരാധികളായ ഇത്തരം ദുഷ്ടരാക്കുകളൊന്നും അറിയാത്ത നിഷ്പക്ഷമതികളായ കുറേ ആളുകളെ അതിൽ വഞ്ചിതരാക്കാൻ കഴിഞ്ഞു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലടി ഉറച്ചു വിശ്വസിക്കുന്ന കുറേ നല്ല മനുഷ്യർ, ചുരുക്കം ചിലരെങ്കിലും ഉലമാവും. ഉലമാ അധികം പെട്ടിട്ടില്ല, എന്നാൽ നല്ലവരായ സന്മനസ്സുള്ള ഒരുപാട് ആളുകൾ അതിന്റെ ഇടയ്ക്ക് വരെ കളിയൊക്കെ അവർ കളിച്ചിട്ടുണ്ട്. ഒരു ബാങ്ക്, മുസ്ലിം ബാങ്ക് എന്ന പേരിൽ തൃശ്ശൂർ ജില്ലയിൽ എറിയാട്ട് മണപ്പാടന്റെ മുസ്ലിം ബാങ്ക് എന്ന പേരിൽ ഒരു ബാങ്ക് ഉണ്ടാക്കി. എന്നിട്ട് ഈ ബാങ്ക് മുസ്ലിങ്ങൾക്കിടയിൽ പലിശ നടക്കൂലല്ലോ, അതിനുവേണ്ടി ജിസാരത്തുൽ ഫിൽ ബങ്ക് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. ഹീലത്ത് റിബ, പലിശ വാങ്ങാനുള്ള കുതന്ത്രം എന്ന പേരിൽ പുസ്തകം എഴുതി ബാങ്കിനെയും ബാങ്ക് പലിശയെയും ഇസ്ലാമികവൽക്കരിച്ച് തൊപ്പിയിടിച്ച് മണപ്പാട്ടും തറവാടിന് തനിക്ക് അന്വയം നൽകിയവർക്ക് പ്രത്യുപകാരം എന്നുള്ള നിലക്ക് പലിശക്ക് ചൂട്ടുപിടിച്ച ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ഭാഗത്തിലേക്ക് ഇപ്പൊ കടന്നു തരുന്നില്ല. ഏതായാലും ഇത് കേരളത്തിൽ പ്രചണ്ഡമായ പ്രചാരണം. യഥാർത്ഥത്തിൽ കേരളത്തിൽ അതുവരെ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. എല്ലാവരും ബഹുമാനപ്പെട്ട കാതുകാരണവന്മാരുടെ നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ച് ബഹുമാനപ്പെട്ട മഹദൂമിങ്ങളും അതുപോലെ തന്നെ കോഴിക്കോട്ട് കാവിമാരും മമ്പുറത്ത് തങ്ങളും പാണക്കാട്ട് തങ്ങളും ഒക്കെ പറയുന്ന അത് ദീനായി ആചരിച്ച് ചിട്ടയായി ഒരു നേതൃത്വത്തിൽ ഒന്നിച്ചു നീങ്ങുന്നവരാണ്. ഓരോ പള്ളിയിലും കാവി കാരണവന്മാർ ഉൾക്കൊള്ളുന്ന സഭയുണ്ടാവും. അവര് തീരുമാനിച്ചു പറഞ്ഞാൽ അത് തന്നെ, അതിന്റെ അപ്പുറമൊന്നില്ല. അങ്ങനെ വളരെ അച്ചടക്കത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവര് ഐക്യസംഘം എന്ന പേരിൽ സംഘമുണ്ടാക്കി ശക്തമായ പ്രവർത്തനവുമായി മുന്നേറാൻ തുടങ്ങിയപ്പോ തെറ്റിദ്ധരിച്ച് ചില നിഷ്പക്ഷമതികളായ ആളുകൾ ഇതിൽ അകപ്പെട്ടുകൊണ്ട് വഴിതെറ്റും എന്ന് മനസ്സിലായപ്പോൾ ഓരോ സമയത്തും മഹാന്മാർ സന്ദർഭത്തിന് ഒത്തു ഉയരാറുണ്ട്. ആ പശ്ചാത്തലത്തിനാണ് ബഹുമാനപ്പെട്ട വന്യരായ ശ്രീദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയത്തങ്ങൾ നവ്വറല്ലാഹു മർക്കദു, നമ്മൾ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന പേരിൽ വിളിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവர்களுടെ ശരിയായ പേര് സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയത്തങ്ങൾ എന്നാണ്. മഹാനവറുകൾ പ്രമുഖ പണ്ഡിതനും ദിശാശാലിയുമായിരുന്ന ആങ്ങോട് പുത്തമ്പേടിയത്തിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അഥവാ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ തങ്ങളവർക്ക് കത്തയച്ചു, വിളിച്ചു വരുത്തി വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ പറഞ്ഞു മനസ്സിലാക്കി. ഇവർ യഥാർത്ഥത്തിൽ നജ്ദിയൻ ഇസ്ലാമിലേക്ക് ജൂത നസ്രാനികളുടെ വഞ്ചനാത്മകമായ കള്ളച്ചരക്കിലേക്ക് ജനങ്ങളെ വഴിതെറ്റിക്കുകയാണെന്നും ഇവിടെ ഉലമാക്കളും ഉമറാക്കളും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണെന്നും ഇവർ ഐക്യസംഘമുണ്ടാക്കി പ്രവർത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ ഉറങ്ങി നിന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇദാ ലഹറൽ ബിദഉ വസക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്, നാട്ടിൽ ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുകയും യോഗ്യരായ പണ്ഡിതന്മാർ നിശബ്ദത പാലിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാവും എന്ന കാര്യം ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു തങ്ങളവറുകളെ വിളിച്ചു വരുത്തി ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങളവറുകൾ പറയുകയും അടിയന്തരമായി പ്രമുഖരായ ആളുകളെ ഉലമാക്കളെയും നേതാക്കന്മാരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ നിർദ്ദേശിക്കുകയും ചെയ്യും.
നിർദ്ദേശമനുസരിച്ച് 1925 കോഴിക്കോട് ജുമാഅത്ത് പള്ളിയിൽ പ്രമുഖരായ സുന്നി ഉലമാക്കളും നേതാക്കളും ഒരു കൺവെൻഷൻ ചേർന്നു. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് മുത്തുസ്ലിയാരാണ് വിളിക്കുന്നത്, യോഗം വിളിക്കുന്നത്. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പന്റെ നിർദ്ദേശപ്രകാരമാണ്. മുല്ലക്കോയ തങ്ങൾ പാപ്പാന്റെ നിർദ്ദേശപ്രകാരം AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറുല്ലാഹു മർക്കദഹു തങ്ങൾ അവർ കോഴിക്കോട് ജുമാഅത്ത് പള്ളിയിലേക്ക് കൺവെൻഷൻ വിളിച്ചു. പക്ഷേ സാധാരണക്കാരായ ഉലമാക്കൾക്കും നേതാക്കന്മാർക്കും വിഷയത്തിന്റെ ഗൗരവം വേണ്ട വിഷയത്തിന്റെ ഗൗരവമില്ല. അതുകൊണ്ട് തന്നെ അതൊരു വലിയ വിജയമായി എന്ന് പറയാനാവില്ല. എങ്കിലും പല ഉലമാക്കളും കുറെയൊക്കെ നേതാക്കളും ആ കൺവെൻഷനിൽ പങ്കെടുത്തു. ഒരു അഡ്വോക്ക് കമ്മിറ്റി എന്ന നിലക്ക് കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ തന്നെ പണ്ഡിത സംഘം രൂപീകരിച്ചു. 1925 കോഴിക്കോട് ജുമാഅത്ത് പള്ളിയിൽ വെച്ച് കൂടിയ ഈ സുന്നി നേതാക്കന്മാരുടെ കൺവെൻഷനിൽ വെച്ച് കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ സംഘടന രൂപീകരിക്കുന്നത്. ഈ സംഘടനയുടെ ഈ അഡ്വോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ബഹുമാനപ്പെട്ട KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ നവറുല്ലാഹു മർക്കദഹു മഹാനവർകളാണ്. അപ്പോ കേരളത്തിലെ സമസ്തയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ്, എന്നാൽ അതൊരു പൂർണ്ണ ജനറൽ ബോഡിയിൽ വെച്ചല്ല, മറിച്ച് ആദ്യമായി ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വിളിച്ചു ചേർത്ത പള്ളിയിൽ കൂടിയ ആ കൺവെൻഷനിൽ നിന്ന് ഒരു അഡ്വോക്ക് കമ്മിറ്റി എന്ന നിലക്ക് ആദ്യമായി തെരഞ്ഞെടുത്ത ആ കമ്മിറ്റിയുടെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ നവറുല്ലാഹു മർക്കദഹു തങ്ങൾ അവർകളായിരുന്നു. ജനറൽ സെക്രട്ടറിയായി അന്ന് തെരഞ്ഞെടുത്തത് പാറോൾ ഹുസൈൻ സാഹിബ് എന്ന മനുഷ്യനെയാണ്. അദ്ദേഹം ഒരു പണ്ഡിതനല്ല, കേവലം ഒരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പൂർണ്ണ കമ്മിറ്റി ആയിരുന്നില്ല 1925 ഫസ്റ്റിൽ തെരഞ്ഞെടുത്തത്. മറിച്ച് ജനങ്ങളിൽ ഈ സന്ദേശം എത്തിക്കുകയും അങ്ങനെ മഹാന്മാരായ ധാരാളം മുസ്താദന്മാരെ സംഘടിപ്പിച്ച് വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ അവരെ പറഞ്ഞു മനസ്സിലാക്കി ശരിയായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു കമ്മിറ്റി, മുഷാവറ കമ്മിറ്റി തെരഞ്ഞെടുക്കണം എന്ന നിലക്ക് ആദ്യം രൂപം കൊണ്ട അഡ്വോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ നവറുല്ലാഹു മർക്കദഹു തങ്ങൾ അവർ. അന്ന് കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും ആളുകളെ വിവരമറിയിക്കാനും കത്തെഴുതാനും വിളിച്ചു ചേർക്കാനും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഒക്കെ ഒരു കഴിവുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ഒരു സാധാരണക്കാരനായ ഉലമാക്കളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കാണ് അന്ന് പാറോൾ ഹുസൈൻ സാഹിബിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ഒരു കൊല്ലത്തെ പ്രചരണത്തിലൂടെ വലിയൊരു ഭാഗം മഹത്തുക്കളായ ഉലമാക്കളെ കാര്യത്തിന്റെ യഥാർത്ഥ ഗുരുതരാവസ്ഥയും പ്രാധാന്യവും പറഞ്ഞു മനസ്സിലാക്കി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് 1926 കേരളത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സുന്നി ഉലമാക്കളുടെയും പ്രമുഖരുടെയും വിപുലമായ കൺവെൻഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ ചെറുകുഞ്ഞിക്കോയ തങ്ങൾ അവരുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ ചേർന്നു. അടോ, ഇതാണ് യഥാർത്ഥത്തിൽ സമസ്തന്റെ സാക്ഷാൽ ഇന്ന് നിലവിലുള്ള സമസ്തന്റെ യഥാർത്ഥ രൂപം. ആദ്യം പറഞ്ഞ 1925 ചേർന്നത് അതിന്റെ അഡ്വോക്ക് കമ്മിറ്റിയാണ്. അതിലൂടെ ഇതിന്റെ പ്രചരണമായിരുന്നു ലക്ഷ്യം. അതൊരു കൊല്ലത്തെ പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തിപരമായും അല്ലാതെയുമുള്ള ബന്ധങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം 1926 ടൗൺ ഹാളിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ ചെറുകുഞ്ഞിക്കോയ തങ്ങൾ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ. അന്നാണ് യഥാർത്ഥത്തിൽ സമസ്തയുടെ മുഷാവറയുടെ പൂർണ്ണ രൂപത്തിൽ ഉള്ള തുടക്കം കുറിക്കുന്നത്. പുതിയ ഭാരവാഹികളായി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാൽവി മുല്ലക്കോയ തങ്ങൾ നവറുല്ലാഹു മർക്കദഹു തങ്ങൾ 1926 ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറുല്ലാഹു മർക്കദഹു തങ്ങൾ അവർ പ്രസിഡന്റായി സമസ്തയ്ക്ക് വരുന്നു. യഥാർത്ഥത്തിൽ സമസ്തയെ പറ്റിയിട്ടുള്ള ചിന്ത തന്നെ, അഥവാ ഇങ്ങനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ സംഘടിക്കണമെന്നും സംഘടനയായി മുന്നേറണമെന്നും ആ നിലക്കുള്ളൊരു മുന്നേറ്റം മാത്രമേ ഇനി ഈ പ്രത്യേക സാഹചര്യത്തിൽ വിദഗ്ധക്കാർ ഇവിടെ പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിതമായി നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കിടയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും കാലങ്ങളായി നടന്നു വന്ന യഥാർത്ഥ ദീൻ നിലനിർത്താനും സംഘടനാ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് ആവശ്യമാണെന്ന് സന്ദേശം ആദ്യമായി
പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ വിളിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനുവേണ്ടി കൺവെൻഷൻ വിളിപ്പിച്ച് ഒരു അഡ്വോക് കമ്മിറ്റി ഉണ്ടാക്കിച്ച് പ്രചരണം നടത്തിച്ച് ഇതിനൊക്കെ ആത്മീയ നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങൾ അവർ നവറല്ലാഹു മർഖദഹു തങ്ങൾ അവറുകൾ തന്നെയാണ് 926 നടന്ന ടൗൺ ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ വെച്ച് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് ആ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു തങ്ങൾ അവറുകളാണ് അതിന്റെ ജനറൽ സെക്രട്ടറി. അപ്പൊ ആദ്യം പറഞ്ഞ അഡ്വോക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട KP മുഹമ്മദ് മീറാൻ മുസ്ലിയാരും ജനറൽ സെക്രട്ടറിയായി പാറൽ ഹുസൈൻ സാഹിബുമാണെങ്കിലും വിപുലമായ കൺവെൻഷനിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും സമസ്തയുടെ യഥാർത്ഥ സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് കൂടിയ കൺവെൻഷനിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി മുല്ലക്കോയ തങ്ങൾ അവർകളും ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ മർത്തബഹു അവർകളുമാണ്. ഇത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 926 ഇൻഷാ അല്ലാഹ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സമസ്ത. ഇതിന് നമ്മളൊരു കാര്യം മനസ്സിലാക്കാം. ഈ 925 അല്ലെങ്കിൽ 926 സമസ്ത രൂപീകരിക്കപ്പെടുന്നത് വരെ ഇവിടെ സുന്നില്ലേ? 926 കേരളത്തിൽ സുന്നി ഉണ്ടായത്? ഒരിക്കലുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കില്ല എന്ന് തന്നെ ഉറപ്പാണ്. സുന്നി എന്നത് ബഹുമാനപ്പെട്ട മാലിക് ദീനാറും സഹയാത്രികരും വരുമ്പോൾ, അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ സന്ദേശവുമായി വരുമ്പോൾ അപ്പോൾ തന്നെയുള്ള ഇസ്ലാമിനാണ് ഈ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടങ്ങളിലും സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന യഥാർത്ഥ ദീനിന് ബഹുമാനപ്പെട്ട ഉലമാക്കളും സാദാത്യങ്ങളും സൂഫിവര്യന്മാരും കാലോചിതമായ നേതൃത്വം നൽകി ഖാദി കാരണവന്മാരുടെ ശക്തമായ നേതൃത്വത്തിൽ ഇസ്ലാം മുന്നോട്ട് പോന്നിരുന്നു. പക്ഷേ അതിനൊരു സ്റ്റേറ്റ് കമ്മിറ്റിയുടെ രൂപമോ ഒരു മുഷാവറയുടെ പ്രത്യേക രൂപമോ ഇല്ല, അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഓരോ മഹല്ലത്തിലും 4 കാരണവന്മാരും ഒരു ഖാദിയും ഉൾക്കൊള്ളുന്ന കാര്യാലോചനാ സമിതി ഉണ്ടായിരുന്നു. അവർക്ക് നിർവഹിക്കാവുന്നതേ അന്നത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കാലത്തിനിടയിൽ ചുരുക്കം വന്ന ഒരു ഷിയ മുന്നേറ്റം കൊണ്ടോട്ടി തങ്ങന്മാരുടെ ഒന്നെങ്കിൽ അത് അപ്പോൾ തന്നെ മമ്പുറം തങ്ങന്മാർ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മഹ്ദൂമുമാർ അടിച്ചമർത്തിയതോടുകൂടി സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ള ഒരു നീക്കം എവിടെയും കാര്യമായി വന്നിരുന്നില്ല. അവിടങ്ങളിലായി ചില കാലങ്ങളിൽ ചില കള്ളത്തരീക്കത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് അപ്പോൾ തന്നെ അന്ന് നിരൂപിച്ചിരുന്ന മഹത്തുക്കളായ ഉലമാക്കളും സാദാത്തുകളും അത് വേണ്ടതുപോലെ ജനങ്ങൾക്ക് ബോധവൽക്കരിക്കുകയും അത്തരം തെറ്റായ പ്രവണതകളിൽ നിന്നിട്ട് ജനങ്ങളെ പിന്തിരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സംഘടിതമായ രൂപത്തിൽ 922 ഐക്യസംഘമുണ്ടാക്കി കേരളം ഒഴികെ ബിദ്അത്തിന്റെ പ്രചണ്ഡമായ പ്രചാരണത്തിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ, ജനങ്ങളെ ബിദ്അത്തിന്റെ നാശത്തിലേക്ക് കൊണ്ടുപോയി ചാടിക്കാൻ ബിദ്അത്തുകാർ ശ്രമിച്ചപ്പോൾ മുള്ളുകുത്തിയാൽ മുള്ളുകൊണ്ട് മുള്ളെടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഇനി ഒരു പൊതു സംഘടന ഉലമാക്കളുടെ നേതൃത്വത്തിൽ കേരള അടിസ്ഥാനത്തിൽ ഒരു സംഘടന ആവശ്യമാണെന്നും ആവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും ആഹ്വാനങ്ങളും നടത്തി ബിദ്അത്തുകാരുടെ മുന്നേറ്റം തടയിടണമെന്നും സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ വെള്ളിവെളിച്ചം ജനങ്ങളിൽ പ്രകാശിപ്പിക്കണമെന്നും ആവശ്യമായ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സാദാത്യങ്ങളും ഉലമാക്കളും അതിന് നേതൃത്വം വഹിച്ചു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സുന്നത്ത് ജമാഅത്ത് എന്നത് നമ്മുടെ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ സർവാത്മനായുള്ള സംരക്ഷണമാണ് സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഒരാള് കുറെ കൃഷിയിടമുണ്ട്. ഈ കൃഷിയിടത്തിൽ നന്നായി ഉഴുതുമറിച്ച് വെള്ളവും വളവും ഒക്കെ ചേർത്തി വിത്തിട്ട് കൃഷി ചെയ്തു. ഈ കൃഷി തഴച്ച് വളർന്ന് വരുന്ന സമയത്ത് ചുറ്റും ഒരുപാട് നാക്കാലി മൃഗങ്ങളുണ്ട്, കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്. ഇവിടെ നമ്മളെ കൃഷി അള്ള കാത്തോളും എന്ന് പറഞ്ഞ്
കയ്യും കെട്ടി വീട്ടിൽ കിടന്നുറങ്ങിയാൽ ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ആക്രമണത്തിൽ നിന്നും ഈ കന്നുകാലികളുടെ കടന്നുകയറ്റത്തിൽ നിന്നും ഈ വിള രക്ഷിക്കാൻ കഴിയില്ല. മറിച്ച് ഈ വിളയെ രക്ഷിക്കാൻ വേലി കെട്ടേണ്ടി വരും. വേലി കെട്ടിയാൽ ചിലപ്പോൾ ചെറുമൃഗങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞെന്ന് വരും, ചിലപ്പോൾ മതിൽക്കെട്ട് തന്നെ വേണ്ടി വരും, ചിലപ്പോൾ കമ്പിവേലി വേണ്ടി വരും. കമ്പിവേലി വേണ്ടയിടത്ത് കമ്പിവേലി, മതിൽക്കെട്ട് വേണ്ടയിടത്ത് ശക്തമായ മതിൽക്കെട്ട്, ഇങ്ങനെ മതിൽ കെട്ടി കമ്പിവേലി വേണ്ടയിടത്ത് കമ്പിവേലി കെട്ടി താൻ കൃഷി ഇറക്കിയ വിലമതിപ്പുള്ള കാർഷിക വിളയെ ശത്രുക്കളിൽ നിന്നും കന്നുകാലികളിൽ നിന്നും സംരക്ഷിക്കുക എന്നത് ഒരു കർഷകന്റെ കടമയാണ്. എന്നതുപോലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനം, അതാണ് നമ്മുടെ ദീൻ, അതാണ് നമ്മുടെ ജീവിതം, അതാണ് നമ്മുടെ ദുനിയാവ്, അത് തന്നെയാണ് നമ്മുടെ ആഖിറവും. നമ്മുടെ ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ട, നമ്മുടെ ദീനിന്റെയും ദുന്യാവിന്റെയും രക്ഷയ്ക്ക് വേണ്ട എല്ലാം ഉൾക്കൊള്ളുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ബിദ്അത്തുകാർ വിവിധങ്ങളായ പ്രചണ്ഡ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വരുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഇദാ ലഹറൽ ബിദ്ഉ വസക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഒരു പ്രദേശത്ത്, ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാതെ, അതിനെ പ്രതിരോധിക്കാതെ നിശബ്ദമായിരിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അത്തരം പണ്ഡിതനെ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാവും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുമ്പ് ഇവിടെ കാലികാരണവന്മാരുള്ളൂവായിരുന്നു, അത് മതിയായിരുന്നു. പക്ഷേ ഇന്ന് കേരളാടിസ്ഥാനത്തിൽ സംഘടിതമായി ബിദ്അത്തുകാർ പ്രവർത്തിക്കുമ്പോൾ അതേ നാണയത്തിൽ സംഘടിതമായി അതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ നമ്മുടെ ഈമാനാവുന്ന വിള കള്ളന്മാരും കൊള്ളക്കാരും കൊള്ള ചെയ്തും കട്ടും കൊണ്ടുപോകും, കന്നുകാലികളും മറ്റു മൃഗങ്ങളും അത് നശിപ്പിച്ചു കളയും എന്നതുകൊണ്ട് ശക്തമായ വേലി കെട്ടേണ്ടി വന്നു. ആ വേലിയാണ് അഥവാ നമ്മുടെ ഈമാനും ഇസ്ലാമും നമ്മുടെ ദീൻ സുരക്ഷിതമാക്കാൻ വേണ്ട പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ സംഘടന. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇൻഷാ അല്ലാഹ് സമസ്തയുടെ കാലാകാലങ്ങളിൽ നടന്ന പ്രവർത്തനത്തിന്റെ ഏതാനും ചില സാമ്പിളുകൾ, എനിക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ലട്ടോ, എനിക്കിത് പറയാൻ തന്നെ മടിയുണ്ട്, പേടിയുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് എത്രയോ എന്നെക്കാട്ടിലും നല്ല 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 വിവരമുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിന്റെ ഇടയിൽ ഒന്നും അല്ലാത്ത ഈ ജാഹിലായ ഞാൻ കേറിയിട്ട് എന്തെങ്കിലും പറഞ്ഞു വല്ല അധിക പ്രസംഗവും വന്നു പോകുമോ എന്ന പേടി എനിക്കുണ്ട്. ഏതായാലും ആട്ടെ, ബഹുമാനപ്പെട്ട നമ്മളെ കഴിഞ്ഞുപോയ മഹാന്മാരുടെ ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഏതാനും ആഴ്ചകളിൽ നമുക്ക് സംസാരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സമസ്തയുടെ കടന്നു വന്ന ചരിത്ര ഘട്ടങ്ങൾ, അത് ചെയ്ത പ്രധാനപ്പെട്ട നവോത്ഥാന പ്രക്രിയകൾ തുടങ്ങിയ കാര്യങ്ങൾ അറിയിൽപ്പെട്ട ചിലതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. എന്താണ് ലൈനിലെ നമ്മുടെ അഡ്മിൻ മുത്തു എന്ന മുഹമ്മദ് അലിയുടെ നഷ്ടപ്പെട്ട രേഖകളെല്ലാം തിരിച്ചു കിട്ടി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നലെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞിരുന്നു, അല്ലൈനിലെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അഡ്മിനായ മുത്തു എന്ന് വിളിക്കുന്ന മുത്തു 756 എന്ന ഐഡിയിൽ വരുന്ന സഹോദരൻ മുഹമ്മദ് അലി എന്ന അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയും കാർഡും അതുപോലെ തന്നെ ലൈസൻസും തുടങ്ങിയ വിലപ്പെട്ട രേഖകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. നമ്മളെ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്തു. ഇപ്പോൾ സന്തോഷ വാർത്ത ആ സുഹൃത്തുക്കൾ അറിയിച്ചിരിക്കുന്നു, നഷ്ടപ്പെട്ട രേഖകളെല്ലാം തിരിച്ചു കിട്ടിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമ്മളെ ആരുടെയും വലിപ്പമല്ല സഹോദരങ്ങളെ, ഇൽമിന്റെ മജ്ലിസിൽ സുന്നത്ത് ജമാഅത്തിന്റെ കഴിഞ്ഞുപോയ മഹാന്മാരായ ഇമാമിയങ്ങളുടെ ഇൽമു പറയുകയും അവരെയൊക്കെ ബഹുമാനിച്ച് ആദരിക്കുകയും ചെയ്യുന്ന മജ്ലിസിൽ വെച്ച് ഒരുപാട് കുട്ടികളും വയസ്സന്മാരും സ്ത്രീകളും ഒക്കെ പടുക്കം ഇൽമിന്റെ മജ്ലിസിൽ ദുആ ചെയ്യുന്ന ആ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല അങ്ങനെയുള്ള ആഫത്തിലൊന്നും പെടാതെ നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനിയും രേഖകൾ മാറ്റിക്കിട്ടേണ്ടവരും തനാസുലാവേണ്ടവരും അതുപോലെ പ്രൊഫഷൻ ചെയ്യേണ്ടവരും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ആ കാര്യം അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആഴ്ചകളിൽ സമസ്തയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയുന്നത് പറയാ,
അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തിരുത്തി തരണം. എന്റെ അടുക്കൽ വല്ല ഓർമ്മ പിശക് പറ്റുകയോ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കുകയോ ഒക്കെ ചെയ്താൽ അതൊക്കെ തിരുത്തി തരണം. പിന്നെ സമഗ്രമായ ഒരു പറച്ചിൽ എനിക്കൊട്ട് അറിയില്ല, പറയുന്നത് പറയാന്നുള്ളൂ. എത്രയായാലും അങ്ങനെ ഉണ്ടല്ലോ, മുഴുവൻ പറയാൻ കഴിയൂല എന്നല്ലേ മാലായുറക്കു കുല്ലുഹു ലായുറക്കു കുല്ലുഹു എന്ന് പറഞ്ഞിട്ട് ഒരു തത്വമുണ്ട്. കാരണം മുഴുവൻ കിട്ടൂല എന്നിട്ട് മുഴുവൻ പറയാൻ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, കിട്ടുന്ന പറയാ, ബാക്കിയുള്ളത് കിട്ടുന്നവർ പറഞ്ഞോളും. അല്ലാഹു തആല കഴിഞ്ഞുപോയ നമ്മുടെ മുൻഗാമികളുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അവരൊക്കെ കാണിച്ചു തന്ന സൽസരണിയിൽ നമ്മളെയൊക്കെ അല്ലാഹു തആല വഴി നടത്തി അവസാനം ആഖിബത്ത് നന്നായി അവരോടൊക്കെ ഒപ്പം ഒന്നിച്ച് അവരൊന്നും ചെയ്തതുപോലെ ഒന്നും എന്തായാലും നമ്മളോട് ചെയ്യാൻ കഴിയൂല. എന്നാലും അവരെയൊക്കെ മഹബത്ത് വെക്കുന്നു എന്നതിന്റെ പേരിൽ അവരോടൊന്നിച്ച് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക്